നമോ ഭഗവതേ വാസുദേവായ. ദശകം 36 പരശുരാമചരിതം. വൃത്തം ശാർദൂലവിക്രീഡിതം. ശ്ലോകം 1. അത്രേ പുത്രതയാ പുരാത്വമനസൂയായാം ഹി ദത്താഭിധോ ജാതശിഷ്യനിബന്ധതന്ത്രിതമനാ സ്വസ്ഥശ്ചരൻ കാന്തയാ ദൃഷ്ടോ ഭക്തതമേന ഹേഹയമഹീപാലേന തസ്മൈ വരാൻ അഷ്ടൈശ്വര്യമുഖാൻ പ്രദായ ദദിധ സ്വേനൈവ ചാന്ദേവധം. അത്രേ പുത്രതയാ പുരാ, പണ്ട് അത്രി മഹർഷിയുടെ പുത്രനായിട്ട്, ത്വം അനസൂയായാം, അങ്ങ് അനസൂയയിൽ, ഹി ദത്താഭിധോ ജാതഃ, ദത്തൻ എന്ന പേരിൽ ജാതനായിയല്ലോ. ശിഷ്യ നിബന്ധ തന്ത്രിതമന, ശിഷ്യരെ സംബന്ധിച്ച് മനസ്സ് മടുത്തവനായി, സ്വസ്ഥച്ഛരൻ കാന്തയാ, കാന്തയോടൊത്ത് പത്നിയോടൊത്ത് സ്വസ്ഥമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ, ദൃഷ്ടോ ഭക്തതമേന, ഏറ്റവും ഭക്തനായി കണ്ടിട്ട്, ഹേഹയ മയിപാലേന, ഹേഹയ രാജാവിനെ, തസ്മൈ വരാൻ അഷ്ട ഐശ്വര്യമുഖാൻ, അദ്ദേഹത്തിന്, ആ ഹേഹയ രാജാവിന് അഷ്ടൈശ്വര്യങ്ങൾ തുടങ്ങിയ വരങ്ങൾ പ്രധായ നൽകിയിട്ട്, ദദിത സേനൈവച അന്തേ വധം, അന്ത്യത്തിൽ ഭഗവാനാൽ തന്നെ വധവും വരം ദാനമായി നൽകി. ഇനി ശ്ലോകാർത്ഥം. അത്രി മഹർഷിയുടെയും അനസൂയയുടെയും പുത്രനായി ഹേ ഭഗവാനെ, മഹാവിഷ്ണുവേ, അങ്ങ് ദത്തൻ എന്ന പേരിൽ ജനിച്ചുവല്ലോ. ശിഷ്യന്മാരെ അനുവർത്തിക്കുന്നതിൽ നിരുത്സാഹനായി ഭക്തിമാർഗം അവലംബിച്ച് പത്നിയോടൊത്ത് ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ദത്താത്രേയ മഹർഷി. അക്കാലത്ത് അത്യന്തം ഭക്തനായ ഹേഹയ രാജാവായ കാർത്തവീര്യാർജുനൻ ദത്താത്രേയ മഹർഷിയെ ദർശിക്കാനിടയായി. കാർത്തവീര്യാർജുനന് അഷ്ടൈശ്വര്യവരങ്ങൾ നൽകുന്നതിനോടൊപ്പം ഒടുവിൽ അന്ത്യകാലത്ത് ഭഗവാനാൽ തന്നെ വധമുണ്ടാകുമെന്ന വരത്തെയും ദാനം ചെയ്തു. അത്രി മഹർഷിയും അനസൂയയും സത്പുത്ര സമ്പാദനത്തിന് ഭഗവാനെ തപസ് ചെയ്ത കാര്യമൊക്കെ 27ാമത്തെ ദശകത്തിൽ ദുർവാസാവു മഹർഷിയുടെ ഉൽപ്പത്തിയെ കുറിച്ച് വിവരിച്ച വേളയിൽ പറഞ്ഞിട്ടുള്ളതാകുന്നു. അത് സ്മരിക്കുക. ത്രിമൂർത്തികൾ ഒരുമിച്ചാണ് അത്രി മഹർഷിക്ക് ദർശനം നൽകിയത്. ഞാൻ സർവീശ്വരനായ ഒരാളെ മാത്രമല്ലേ ആഹ്വാനം ചെയ്തത് എന്ന് ചോദിച്ച മഹർഷിയോട് തങ്ങൾ ഏകബ്രഹ്മത്തിന്റെ സ്വരൂപങ്ങൾ മാത്രമാണെന്ന് ബ്രഹ്മാവിഷ്ണു ശിവാദികൾ അറിയിക്കുകയും ഓരോ ഭാവത്തിലും ഓരോ പുത്രന്മാർ അങ്ങേക്ക് ഉണ്ടാകുമെന്ന് വരം നൽകുകയും ചെയ്തു. ബ്രഹ്മാംശമായി സോമനും വിഷ്ണു അംശമായി ദത്തനും ശിവാംശമായി ദുർവാസാവും ജനിച്ചു. ഈ വിഷ്ണു അംശനായ ദത്തനാണ് 6ാം അവതാരമായ ദത്താത്രേയ ഋഷി. ദത്താത്രേയ ഋഷി ഭക്തജ്ഞാനാദികളിൽ അതിപ്രസിദ്ധനായിരുന്നു. അദ്ദേഹമാണ് കാർത്തവീര്യാർജുനന് അഷ്ടൈശ്വര്യങ്ങളും ഭഗവാനാൽ തന്നെ അന്ത്യത്തിൽ വധവും വരമായി നൽകിയത്. ദത്താത്രേയ മഹർഷി ദുർവാസാവു മഹർഷിയുടെ സഹോദരനാണ്, ബ്രഹ്മാവിന്റെ പൗത്രനുമാണ്. ഭാഗവതം സ്കന്ധം 1 അധ്യായം 3 സ്മരിക്കുക. ശ്ലോകം 2. സത്യം കർത്തൃമഥാർജുനസ്യ ച വരം തച്ഛക്തിമാത്രാനതം ബ്രഹ്മദ്വേഷിതദാഖിലം നൃപകുലം ഹന്തും ച ഭൂമേർഭരം സംജാതോ ജമദഗ്നിദോ ഭൃഗുകുലേ ത്വം രേണുകായാം ഖരേ രാമോ നാമ തദാത്മജേഷ്വരജ പിത്ര
പിത്രോരഥാ സമ്മതം. സത്യം കർത്തും, സത്യമാക്കി തീർക്കുന്നതിന്. അഥ പിന്നെ അർജുനസ്യ ച വരം, കാർത്ഥവീര്യാർജുനന് നൽകിയ വരം. തത് ശക്തിമാത്രാ നദം, കാർത്ഥവീര്യാർജുന ശക്തിക്ക് മാത്രം ഒതുങ്ങിയിരുന്ന. ബ്രഹ്മദ്വേഷി തഥാഖിലം നൃപകുലം, ആ സമയം ബ്രഹ്മദ്വേഷികളായി തീർന്ന മുഴുവൻ നൃപകുലത്തെയും ഹന്തും ച ഭൂമേർഭരം, ഭൂമിക്ക് ഭാരമായി തീർന്നതുമായവരെ വധിക്കാനും. സംജാതോ, സംജാതനായ, ജനിച്ച. ധമദക്തിദോ ഭൃഗുകുലേ ത്വം രേണുകായാം, ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിയുടെയും രേണുകയുടെയും. ഹരേ, ഹേ ഭക്തന്മാരുടെ ദുഃഖത്തെ ഹരിക്കുന്നവനെ, ആർത്തിവിനാശന. രാമോ നാമ തത് ആത്മജേഷു അപരജ, രാമൻ എന്ന പേരിൽ അവരുടെ പുത്രന്മാരിൽ ഇളയവനായി. പിത്രോർ അഥാസമ്മതം, മാതാപിതാക്കൾക്ക് സന്തോഷത്തെ ജനിപ്പിച്ചു. ശ്ലോകാർത്ഥം. ഹേ ഹരേ, അർത്ഥവിനാശനായ ഭഗവാനെ, അവിടുന്ന് പിന്നെ കാർത്തവീര്യാർജുനന് നൽകിയ വരം സത്യമാക്കാനും ആ സമയം ബ്രഹ്മദ്വേഷികളും കാർത്തവീര്യാർജുനന്റെ ശക്തി കൊണ്ട് മാത്രം ഒതുങ്ങിയിരുന്നതും ഭൂമിക്ക് ഭാരമായി തീർന്നവരുമായ നൃപവംശത്തെ മുഴുവനായി വധിക്കുന്നതിനായി ഭൃഗുവംശത്തിൽ ജമദഗ്നി മഹർഷിക്ക് രേണുകാദേവിയിൽ രാമൻ എന്ന പേരിൽ അവരുടെ പുത്രന്മാരിൽ ഇളയവനായി ജനിച്ച് മാതാപിതാക്കൾക്ക് ആനന്ദത്തെ ജനിപ്പിച്ചു. ശ്ലോകം 3. ലബ്ധ്വാം നായഗണചതുർദശവയാ ഗന്ധർവരാജേമനാക് ആസക്താം കില മാതരം പ്രതിപിതുഃ ക്രോധാകുലസ്യാജ്ഞയാ താദാജ്ഞാദികസോദരൈ സമമിമാം ചിത്വാ ദശാന്തത് പിതുഃ തേഷാം ജീവനയോഗമാപിധവരം മാതാ ച തേ ദാദ്വരാൻ. ലബ്ധ്വാ ആംനായഗണ, ആപ്നായം എന്നാൽ വേദങ്ങൾ, വേദസമൂഹങ്ങളെ സ്വായത്തമാക്കിയിട്ട് ചതുർദശവയ 14 വയസ്സായപ്പോഴേക്കും ഗന്ധർവരാജേ മനാക് ആസക്താം, ഗന്ധർവരാജനിൽ മനസ്സുകൊണ്ട് അല്പം ആസക്തിയുള്ളതായി തീർന്ന കില മാധരം പ്രതി, അമ്മയുടെ നേർക്ക്, പിതു ക്രോധാകുലസ്യ, ക്രോധം കൊണ്ട് ആകുലനായ പിതാവിന്റെ, ആജ്ഞയനുസരിച്ച്, താതാജ്ഞ അധിക സോദരൈ സമം, പിതാവിന്റെ ആജ്ഞയെ അധിഗമിച്ച, ലംഘിച്ച സോദരോടൊപ്പം ഇമാം, ഇവളെയും ഈ അമ്മയെയും ചിത്വ വധിച്ചു. അത ശാന്താത് പിതു, പിന്നെ ശാന്തനായി തീർന്ന പിതാവിൽ നിന്ന് തേഷാം ജീവനയോഗം, അവരുടെ ജീവലബ്ധിയാകുന്ന ആഭിത വരം, വരം പ്രാപിച്ചു, വരത്തെ നേടി. മാതാ ച തേ അധാത് വരാൻ, മാതാവും അങ്ങേക്ക് വരങ്ങൾ നൽകി. ശ്ലോകാർത്ഥം. 14 വയസ്സു പ്രായമായപ്പോഴേക്കും അവിടുന്ന് വേദങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. അക്കാലത്ത് അങ്ങയുടെ മാതാവ് രേണുകയ്ക്ക് ഗന്ധർവരാജാവായ ചിത്രരഥനിൽ അല്പം ആസക്തി ഉണ്ടായത്രേ. അമ്മയുടെ നേർക്ക് അച്ഛൻ കോപാകുലനായി. അമ്മയെ വധിക്കാനുള്ള പിതാവിന്റെ ആജ്ഞ ധിക്കരിച്ച സോദരരെ എല്ലാം അമ്മയ്ക്കൊപ്പം താതാജ്ഞയാൽ അങ്ങ് വധിച്ചു. പിന്നീട് ശാന്തനായി തീർന്ന പിതാവിൽ നിന്ന് അവരുടെ ജീവലബ്ധിയാകുന്ന വരത്തെ പ്രാപിച്ച് അവരെ വീണ്ടും ജീവിപ്പിച്ചു. പിന്നെ സന്തുഷ്ടയായ അമ്മയും
അങ്ങേക്ക് ധാരാളം വരങ്ങൾ നൽകി. ഒരിക്കൽ ജലം സംഭരിക്കാൻ ഗംഗാനദീ തീരത്തെത്തിയ രേണുകാദേവി ഗംഗാജലത്തിൽ ക്രീഡിച്ചുകൊണ്ടിരുന്ന ഗന്ധർവ രാജാവായ ചിത്രരഥനെയും പത്നിമാരെയും കണ്ടു. ആ കാഴ്ച കണ്ട് സമയം പോയതറിയാതെ വൈകിട്ടാണ് രേണുകാദേവി ആശ്രമത്തിൽ തിരിച്ചെത്തിയത്. തൽക്കാലത്തേക്കായാലും പത്നിയുടെ അല്പമായ പരപുരുഷാസക്തി ജമദഗ്നി മഹർഷി ദിവ്യദൃഷ്ടി കൊണ്ട് അറിയും. 4 മക്കളെയും വിളിച്ച് അമ്മയുടെ കഴുത്ത് ഛേദിക്കാൻ മഹർഷി ആജ്ഞാപിച്ചു. അവർക്ക് ആർക്കും അമ്മയുടെ കഴുത്തറക്കാൻ മനസ്സ് വന്നില്ല. ഒടുവിൽ ഇളയ മകനായ രാമനോട് അമ്മയെയും മൂത്ത സഹോദരങ്ങളെയും വധിക്കാൻ ആജ്ഞാപിച്ചു. 14 വയസ്സു മാത്രം പ്രായമായ രാമൻ നിശങ്കം അച്ഛന്റെ ആജ്ഞയനുസരിച്ച് അമ്മയുടെ മാത്രമല്ല ജ്യേഷ്ഠന്മാരുടെയും കഴുത്ത് ഖണ്ഡിച്ചു. കോപം ശമിച്ചപ്പോൾ ജമദഗ്നി മഹർഷി മകന്റെ ധൈര്യത്തിലും ആജ്ഞാനുവർത്തിത്വത്തിലും സന്തുഷ്ടനായി വരം കൊടുത്തു. മരിച്ചുപോയ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ജീവൻ തിരികെ കിട്ടണമെന്നും താൻ അവരെ വധിച്ച കാര്യം സ്മൃതിയിൽ നിന്ന് മാഞ്ഞു പോകണമെന്നുമുള്ള വരം നേടി. മഹർഷിയുടെ തപപ്രഭാവത്താൽ മാതാവിനും സഹോദരങ്ങൾക്കും ജീവൻ തിരിച്ചു കിട്ടി. രേണുകാദേവിയും മകനായ രാമന് ധാരാളം വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു. ശ്ലോകം 4. പിത്രാ മാതൃമുദേസ്തവാ കൃതവിയദ് ധേനോർനിജാതാശ്രമാദ് പ്രസ്ഥായാധ മൃഗോർഗിരാ ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തത്പരശും തദുക്തദനുജ ഛേദീ മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. പിത്ര മാതൃമുദേ, പിതാവ് മാതാവിനെ സന്തോഷിപ്പിക്കാനായിട്ട്. സ്തവാഹൃത സ്തുതികളാൽ ആനയിപ്പിച്ച. വിയത് ധേനോർ, സ്വർധേനുവിനെ കാമധേനുവിനോടു കൂടിയ. നിജാത് ആശ്രമാത്, തന്റെ ആശ്രമത്തിൽ നിന്ന്. പൃഷ്ഠായാത ബഘോർഗിര, ഭൃഗുമുനിയുടെ നിർദ്ദേശമനുസരിച്ച് പുറപ്പെട്ട്. ഹിമഗിരൗ, ഹിമഗിരിയിൽ, ഹിമാലയ പർവ്വതത്തിനരിയിൽ. ആരാധ്യ ഗൗരീപതിം, ഗൗരീപതിയായ ശ്രീ പരമേശ്വരനെ ആരാധിച്ച്. ലബ്ധ്വാ തത്പരശും, അദ്ദേഹത്തിന്റെ പരശു എന്ന ദിവ്യായുധത്തെ ലഭ്യമാക്കി. തത് ഉക്ത ധനുജച്ഛേദി, ശ്രീ പരമേശ്വരൻ പറഞ്ഞ അസുരനെ വധിച്ചു. മഹാ അസ്ത്രാധികം പ്രാപ്തോ, ദിവ്യങ്ങളായ അനേകം അസ്ത്രങ്ങളും മറ്റും നേടിയിട്ട്. മിത്രം അഥ, പിന്നെ മിത്രമായി, ചങ്ങാതിയായി. അകൃതവ്രണമുനിയും, അകൃതവ്രണൻ എന്ന മുനിയെയും. പ്രാപ്യ, പ്രാപിച്ചിട്ട്. ആഗമഃ സ്വാശ്രമം, തന്റെ ആശ്രമത്തിൽ തിരിച്ചെത്തി. ഇനി ശ്ലോകാർത്ഥം. ജമദഗ്നി മഹർഷി പത്നി രേണുകയുടെ സന്തോഷത്തിനായി കാമധേനുവിനെ പ്രസാദിപ്പിച്ച് തന്റെ ആശ്രമത്തിൽ വസിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള സർവകാമപ്രദമായ ആ ആശ്രമത്തിൽ നിന്ന് ഭൃഗുമഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഭഗവാൻ ശ്രീ പരശുരാമൻ ഹിമാലയ പർവ്വതത്തിലെത്തി ശ്രീ പരമേശ്വരനെ ആരാധിച്ച് അദ്ദേഹത്തിന്റെ പരശു എന്ന ആയുധത്തെ നേടി. പിന്നെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ പറഞ്ഞ അസുരനെ വധിച്ച് ദിവ്യങ്ങളായ അസ്ത്രങ്ങളും മറ്റും നേടിയതിനു ശേഷം പിന്നെ അകൃതവ്രണമുനിയെ ചങ്ങാതിയായി പ്രാപിച്ച് തന്റെ സ്വ ആശ്രമത്തിൽ തിരിച്ചെത്തി. ശ്ലോകം 5.
ആകേടോ ഭഗതോർജുന സുരഗവീ സംപ്രാപ്ത സമ്പദ്ഗണൈഃ ത്വത്പിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാച പുനഃ ഗാം ക്രേതും സചിവം ന്യയുക്തകുധിയാ തേനാഭിരുദ്ധൻ മുനി പ്രാണക്ഷേപസരോഷഗോ ഹതചമോ ചക്രേണ വത്സോ കൃതഃ. ആഖേടോപഹൃത അർജുന. ആഖേട ഉപഹൃത അർജുന. നായാട്ടിന് വന്നെത്തിയ കാർത്തവീര്യാർജുനനെ സുരഗവീ സംപ്രാപ്ത ദേവധേനു കാമധേനു, ആ കാമധേനുവിൽ നിന്ന് സംപ്രാപ്തമായ സമ്പദ്ഗണേ സമ്പത്തുക്കളെ കൊണ്ട് ത്വത്പിത്ര പരിപൂജിത, അങ്ങയുടെ പിതാവ് ജമദഗ്നി മഹർഷി പരിപൂജിച്ചു സൽക്കരിച്ച പുരഗതോ ദുർമന്ത്രിവാച, ദുഷ്ടാത്മാവായ മന്ത്രിയുടെ ഉപദേശത്താൽ പിന്നീട് തിരിച്ചു വന്ന് പുനഗാം ക്രേതും, പിന്നെ കാമധേനുവിനെ വിലയ്ക്കു വാങ്ങാൻ സജീവം നിയുക്ത കുതിയ, ദുഷ്ടബുദ്ധിയായ മന്ത്രിയെ നിയോഗിച്ചു. തേനാഭി, അവനാൽ, ആ മന്ത്രിയാൽ, രുന്ധൻ മുനി, തടഞ്ഞ മുനിയുടെ പ്രാണക്ഷേപ, പ്രാണനെ ക്ഷേപം ചെയ്തു, പ്രാണനാശം വരുത്തി, ആ മുനിക്ക് പ്രാണനാശം വരുത്തി എന്നർത്ഥം. സരോക്ഷ ഗോ ഹത ചമൂചക്രേണ, രോക്ഷാകുലയായ ആ കാമധേനുവിനാൽ സൃഷ്ടിക്കപ്പെട്ട സൈന്യത്താൽ ഹതരായി. വത്സോ ഹൃദ, എന്നാൽ പശുക്കിടാവ് അപഹരിക്കപ്പെട്ടു. ഇനി ശ്ലോകാർത്ഥം. നായാട്ടിനായി വന്നു ചേർന്ന കാർത്തവീര്യാർജുനനെ അങ്ങയുടെ പിതാവായ ജമദഗ്നി മഹർഷി ആശ്രമത്തിൽ കാമധേനുവിൽ നിന്ന് സംപ്രാപ്തമായ വിഭവങ്ങളെ കൊണ്ട് സപരിവാരം പൂജിച്ച് സൽക്കരിച്ചു. വീണ്ടും ആശ്രമത്തിൽ തിരിച്ചെത്തിയ കാർത്തവീര്യാർജുനൻ ദുഷ്ടനായ മന്ത്രിയുടെ കുൽസിതോപദേശത്താൽ കാമധേനുവിനെ വിലയ്ക്കു വാങ്ങാൻ മന്ത്രിയെ നിയോഗിച്ചു. കാമധേനുവിനെ ബലാത്ഗ്രഹിക്കുന്നത് തടഞ്ഞ ജമദഗ്നി മഹർഷിയെ ആ മന്ത്രി വധിച്ചു കളഞ്ഞു. കോപിഷ്ഠയായ കാമധേനു അനേകം യോദ്ധാക്കളെ സ്വയം സൃഷ്ടിച്ച് രാജാവിന്റെ സേനയെ നശിപ്പിച്ചു. എങ്കിലും ആ സജീവൻ കാമധേനുവിന്റെ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി. ശ്ലോകം 6. ശുക്രോ ജീവിതതാദവാക്യചലിത ക്രോധോധസഖ്യാസമം ബിഭ്രദ്യാദമകോദരോ ബനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢഃ സഖവാകയന്ത്രഗരധം മാഹിഷ്മതീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷിക്ഷിതിപദൗ സംപ്രാസ്തുതാ സങ്കരം. ശുക്ര ഉജ്ജീവിത, പിന്നെ ശുക്രമുനിയാൽ ഉജ്ജീവിതനായി. താത വാക്യചലിത ക്രോധോ അത, പിന്നെ താതന്റെ വാക്കുകൊണ്ട് ചലിതമായ ക്രോധത്താൽ സഖ്യാ സമം, സുഹൃത്തിനോടൊപ്പം, സഖാവിനോടൊപ്പം, സുഹൃത്തായ അകൃതവ്രണമുനിയോടുകൂടി, ബിഭ്രത് ധരിച്ച്, ധ്യാത മഹോദര ഉപനിഹിതം ധ്യാനിക്കപ്പെട്ട മഹോദരൻ എന്ന ശിവ പാർഷദനാൽ കൊണ്ടുവരപ്പെട്ട ശാപം കുഠാരം ശരാൻ, ശാപം വെൺമഴു ശരങ്ങൾ എന്നിവയോടുകൂടി, ആരൂഢ സഹവാഹ യന്ത്രിക രഥം, കുതിരകളും സാരഥിയുമൊത്ത രഥത്തിൽ ആരൂഢനായി, മാഹിഷ്മതിയും ആവിശൻ, മാഹിഷ്മതി നഗരത്തിൽ വന്നു ചേർന്ന്, വാഗ്ഭിർ വാക്കുകളാൽ, വത്സം പശുക്കുട്ടിയെ, അദാശുഷി തരാതിരുന്നപ്പോൾ, ക്ഷിതിപദൗ രാജാവ്, സംപ്രാസ്തുത സങ്കരം സങ്കരത്തെ യുദ്ധത്തെ ആരംഭിച്ചു. ഇനി ശ്ലോകാർത്ഥം.
പിന്നെ ശുക്രമുനിയാൽ ജമദഗ്നി മഹർഷിക്ക് ജീവൻ തിരികെ ലഭിച്ചു. പുനർജീവിതനായ ജമദഗ്നി മഹർഷിയുടെ വാക്കുകളാൽ ക്രോധം കൊണ്ടിളകിയ ഭഗവാൻ ശ്രീ പരശുരാമൻ ധ്യാനിച്ചപ്പോൾ മഹോദരൻ എന്ന ശിവപാർഷദൻ കൊണ്ടുവന്ന അമ്പും വില്ലും വെൺമഴുവും ധരിച്ച് സഖാവായ അകൃതവ്രണമുനിയോടൊത്ത് കുതിരകളും സാരഥിയുമൊത്ത രഥത്തിൽ ആരൂഢനായി മാഹിഷ്മതി നഗരത്തിലെത്തി. കാർത്തവീര്യാർജുന രാജാവിനോട് വാക്കാൽ അപേക്ഷിച്ചെങ്കിലും പശുക്കുട്ടിയെ തിരികെ കൊടുക്കാതിരുന്നപ്പോൾ യുദ്ധം ആരംഭിച്ചു. ശ്ലോകം 7. പുത്രാണാമയുതേന സപ്തദശഭിഃ ചാക്ഷൗഹിണീഭിർമകാസേനാനീഭിരനേകമിത്രനിവഹൈ വ്യാജൃംഭിതായോധനഃ സദ്യസ്ത്വത്കകുഠാരബാണവിദളൻ നിശ്ശേഷസൈന്യോത്കരോ ഭീതിപ്രദ്രുതനഷ്ടശിഷ്ടതനയഃ ത്വാമാപതത്ഖേഖയഃ. പുത്രാണാം അയുധേന 10,000 പുത്രന്മാരോടും സപ്തദശഭി 17 ച അക്ഷൗഹിണീഭിർ അക്ഷൗഹിണി പടയണികളോടും മഹാസേനാനിഭിർ മഹാന്മാരായ സേനാനികളോടും കൂടി അനേക മിത്രനിവഹൈർ അനേകം സുഹൃത്സമൂഹത്തോടും വ്യാജംഭിത ആയോധനഃ യുദ്ധത്തിന് ഉത്സുകരായി സദ്യ ത്വദ്ഗ കുടാര ബാണവിദളൻ പെട്ടെന്ന് അങ്ങയുടെ വെൺമഴു ബാണം ഇവയാൽ പിളർക്കപ്പെട്ട നിശേഷ സൈന്യോത്കരോ നിശേഷ സൈന്യത്തോടുകൂടിയായി തീർന്ന ഭീതിപ്രദ്രുത നഷ്ടശിഷ്ട ധനയഃ ഭീതി കൊണ്ട് ഓടിപ്പോയ മരിച്ചവരിൽ ശേഷിച്ച പുത്രന്മാരോടുകൂടിയ ത്വാമാപതദ് ഹേഹയഃ ആ ഹേഹയ രാജാവ് അങ്ങയുടെ നേർക്ക് കുതിച്ചു ചാടിയെത്തി. ഇനി ശ്ലോകാർത്ഥം. ആ ഹേഹയ രാജാവ് 10,000 പുത്രന്മാരോടും 17 അക്ഷൗഹിണി സൈന്യത്തോടും മഹാന്മാരായ സേനാനികളോടും അനേക സുഹൃത്ത് സമൂഹത്തോടും കൂടി യുദ്ധോത്സുകനായി എത്തി. ഉടൻ തന്നെ അങ്ങയുടെ വെൺമഴു ബാണങ്ങൾ എന്നിവയാൽ ആ സൈന്യം പിളർക്കപ്പെട്ടതായി ഭീതരായ പുത്രന്മാർ ഓടിപ്പോയി. പിന്നെ മരിക്കാതെയും ഓടിപ്പോകാതെയും ബാക്കിയായ പുത്രന്മാരോടൊത്ത് ആ കാർത്തവീര്യാർജുനൻ അങ്ങയുടെ നേർക്ക് കുതിച്ചു ചാടിയെത്തി. ശ്ലോകം 8. ലീലാവാരിത നർമ്മദാ ജലവലദ് ലങ്കേശഗർവാപക ശ്രീമദ്ബാഹുസഹസ്രമുക്ത ബഹുശസ്ത്രാസ്ത്രം നിരുന്ധന്നമും ചക്രേ ത്വയ്യഥ വൈഷ്ണവേപി വിഫലേ ബുദ്ധ്വാ ഹരിം ത്വാം മുദാ ധ്യായന്തം ചിത സർവദോഷമവധി സോഗാത് പരം തേ പദം. ലീലാവാരിത നർമ്മദാ ജലവലത് ലീലയായി ചിറകെട്ടിവെച്ച നർമ്മദാ ജലത്തിൽ മുങ്ങിപ്പോയ ലങ്കേശ ഗർവാപഹ രാവണന്റെ ഗർവത്തെ നശിപ്പിച്ച ശ്രീമദ് ബാഹുസഹസ്രം വീരശ്രീ കളിയാടുന്ന 1000 കൈകളാൽ മുക്ത ബഹുശസ്ത്രാസ്ത്രം മുക്തങ്ങളായ അനേകം ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും നിരുന്ധൻ അമും അവനെ നിരോധിച്ചുകൊണ്ട് ചക്രേ ത്വയി അധ വൈഷ്ണവേ അഭി അനന്തരം വൈഷ്ണവമായ ചക്രം പോലും അങ്ങയിൽ വിഫലേ വിഫലമായപ്പോൾ ബുദ്ധ്വാ ഹരിം ത്വാം അങ്ങ് ഹരി തന്നെ ആണെന്നറിഞ്ഞ് മുധാ ധ്യായന്തം സന്തോഷചിത്തനായി ധ്യാനിക്കുന്ന
ചിത സർവദോഷം, എല്ലാ ദോഷങ്ങളെയും ഛേദിച്ച്, സഹസ്ര ബാഹുക്കളെയും ഛേദിച്ച്, അവധി വധിച്ചു. സ അഗാധ പരം തേ പദം, അവൻ അങ്ങയുടെ പരമമായ പദത്തെ പ്രാപിച്ചു. ഇനി ശ്ലോകാർത്ഥം. നർമ്മദാ നദിയിലെ ജലം ലീലയായി 1000 കൈകളാൽ ചിറകെട്ടി തടഞ്ഞു വെച്ചപ്പോൾ മുങ്ങിപ്പോയ രാവണന്റെ അഹങ്കാരമെല്ലാം നശിക്കുകയുണ്ടായി. ആ വീരശ്രീ കളിയാടുന്ന 1000 കൈകളാൽ മുക്തമായ അനേക ശസ്ത്രാസ്ത്രങ്ങൾ തടഞ്ഞ അങ്ങയിൽ വൈഷ്ണവചക്രം പോലും വിഫലമായി തീർന്നു. അപ്പോൾ അങ്ങ് ഹരി തന്നെയാണെന്നറിഞ്ഞ് സന്തോഷിച്ച് ധ്യാനിച്ച അവന്റെ എല്ലാ ദോഷങ്ങളും ബഹുസഹസ്രം കൈകളും ഛേദിക്കപ്പെട്ട് അവനെ സംഹരിച്ചു. അവൻ അങ്ങയുടെ പരമമായ പദത്തെ പ്രാപിക്കുകയും ചെയ്തു. ഒരിക്കൽ മഹാപ്രതാപിയായിരുന്ന രാവണൻ നർമ്മദാ നദീതീരത്ത് ശ്രീ പരമേശ്വരനെ പ്രീതിപ്പെടുത്താൻ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നത്രേ. ആ സമയം കാർത്തവീര്യാർജുനൻ തന്റെ പത്നിമാരോടൊത്ത് നർമ്മദയിൽ ജലക്രീഡ നടത്തുന്നതിനിടയിൽ ബഹുസഹസ്രം കൈകളാൽ നർമ്മദാജലത്തെ ചിറകെട്ടി തടഞ്ഞുവത്രേ. നദിയിൽ ജലം പൊങ്ങി പൂജ ചെയ്തുകൊണ്ടിരുന്ന രാവണൻ പോലും പൂജാദ്രവ്യങ്ങളോടൊപ്പം മുങ്ങിപ്പോയി. ക്രുദ്ധനായ രാവണൻ കാർത്തവീര്യാർജുനനുമായി ഏറ്റുമുട്ടി. യുദ്ധത്തിൽ രാവണൻ പരാജിതനാവുകയും കാർത്തവീര്യാർജുനന്റെ തടവറയിലാവുകയും ചെയ്തു. ഇങ്ങനെ രാവണനെ പോലും പരാജയപ്പെടുത്തിയ മഹാപ്രതാപിയോടാണ് പരശുരാമൻ എതിരേറ്റതും പിന്നെ ദോഷം തീർത്ത് വധിച്ചതും. സാക്ഷാൽ വിഷ്ണുവംശമായ ദത്താത്രേയ മഹർഷി കാർത്തവീര്യാർജുനന് അഷ്ടൈശ്വര്യങ്ങൾ പ്രദാനം ചെയ്തിരുന്നു. അന്ത്യത്തിൽ താൻ തന്നെയായ ഭഗവത് അംശത്താൽ വധവും ആശീർവദിച്ചിരുന്നുവല്ലോ. ഈ അന്ത്യഫലമാണ് പരശുരാമനിൽ നിന്ന് ലഭിച്ചത്. ശ്ലോകം 9. ഭൂയോമർഷിതഹേകയാത്മജഗണൈഃ താദേകതേരേണുകാം ആജ്ഞാനാം ഹൃദയം നിരീക്ഷ്യ ബകുചോ ഘോരാം പ്രതിജ്ഞാം വഖൻ ധ്യാനാനീതരഥായുധസ്ത്വമഗൃധാ വിപ്രദ്രുഹക്ഷത്രിയാൻ ദിക്ചക്രേഷു കുഠാരയൻ വിശിഖയൻ നിക്ഷത്രിയാമേദിനീ. ഭൂയഃ പിന്നീട് അമർഷിത ഹേഹയാത്മജഗണേർ അമർഷിതരായ ഹേഹയപുത്ര സമൂഹത്താൽ താതേ ഹതേ ജമദഗ്നിമുനി വധിക്കപ്പെട്ടപ്പോൾ രേണുകാം ആജ്ഞാനം ഹൃദയം നിരീക്ഷ്യ രേണുകയെ മാറത്തടിച്ചു കരയുന്നോളായി കണ്ടിട്ട് ബഹുശോ പലതവണ ഘോരാം പ്രതിജ്ഞാം വഹൻ ഘോരമായ പ്രതിജ്ഞയെ ചെയ്യുന്നവനായി ധ്യാനാനീതരഥായുധ ധ്യാനം കൊണ്ട് ആനീതമാക്കപ്പെട്ട രഥത്തോടും ആയുധങ്ങളോടും കൂടി ത്വം അകൃത വിപ്രദ്രുഹക്ഷത്രിയാൻ ബ്രാഹ്മണരെ ദ്രോഹിക്കുന്ന ക്ഷത്രിയരെ അങ്ങ് ഇല്ലാതാക്കി. ദിക്ചക്രേഷു എല്ലായിടത്തും എല്ലാ ദിക്കുകളിലും കുഠാരയൻ വിശിഖയൻ വെൺമഴുകൊണ്ടും അമ്പുകൊണ്ടും നിക്ഷത്രിയാം മേധിനിയും ഭൂമിയിൽ ക്ഷത്രിയർ ഇല്ലാതെയാക്കി. ഇനി ശ്ലോകാർത്ഥം. കോപാവിഷ്ടരായ ഹേഹയ പുത്രന്മാർ ജമദഗ്നി മഹർഷിയെ വീണ്ടും വധിച്ചു. അപ്പോൾ രേണുകാദേവി പലതവണ മാറത്തടിച്ച് വിലപിക്കുന്നതായി കണ്ടിട്ട് പരശുരാമൻ ഘോരമായ പ്രതിജ്ഞ ചെയ്തു. ധ്യാനത്താൽ ദിവ്യമായ രഥത്തെയും ആയുധത്തെയും വരുത്തി എല്ലാ ദിക്കുകളിലെയും
ബ്രാഹ്മണ ദ്രോഹികളായ ക്ഷത്രിയരെ വെൺമഴുകൊണ്ടും വില്ലുകൊണ്ടും നശിപ്പിച്ച് ഭൂമിയെ ക്ഷത്രിയർ ഇല്ലാതാക്കി തീർത്തു. ശ്ലോകം 10. താതോ ജീവനകൃതൃപാലകുലം ത്രിസപ്തകൃത്വോ ജയൻ സന്ദർപ്യാഥ സമന്ത പഞ്ചഗമകാ രക്തഹ്രദൗഖേ പിതॄൻ യജ്ഞേഷ്മാമഭി കാശ്യപാദിഷു ദിശൻ സാൽവേന യുധ്യൻ പുനഃ കൃഷ്ണോ മും നിഗനിഷ്യതി ദിശമിതോ യുദ്ധാത് കുമാരൈർഭവാൻ. താഥ ഉജ്ജീവനകൃത്. താതോ ഉജ്ജീവനകൃത്. പിതാവിനെ ഉജ്ജീവനം ചെയ്ത് വീണ്ടും ജീവിപ്പിച്ച് നൃപാലക കുലം ക്ഷത്രിയ വംശത്തെ ത്രിസപ്തകൃത്വ ജയൻ 3 × 7 21 21 തവണ ജയിച്ച് സന്ദർപ്യ അധ പിന്നെ തർപ്പണം ചെയ്ത് സമന്തപഞ്ചകത്തിൽ മഹാ രക്തഹൃദ ഔഘേ രക്തം നിറഞ്ഞ മഹാതടാക സമൂഹങ്ങളിൽ പിതൃൻ പിതൃക്കൾക്ക് യജ്ഞേ ശ്മാം അഭി യജ്ഞത്തിൽ ഭൂമിയെയും പിന്നെ കാശിപ ആദിഷു ദിശൻ കാശിപൻ തുടങ്ങിയവർക്ക് ദാനം ചെയ്ത് സാലുവേന യുദ്ധം പുനഃ സ്വാലുനുമായി യുദ്ധം ചെയ്യുമ്പോൾ കൃഷ്ണ അമും നിഹനിഷ്യതി ഇതി ശ്രീകൃഷ്ണൻ തന്നെ പിന്നീട് ഇവനെ സംഹരിക്കും എന്ന് പറഞ്ഞ് ശമിതോ യുദ്ധത്തിൽ നിന്ന് പിന്തിരിക്കപ്പെട്ടു. കുമാരൈർ ഭവാൻ സനകാദി കുമാരന്മാർ അങ്ങയോട്. ഇനി ശ്ലോകാർത്ഥം. ഭഗവാൻ പരശുരാമൻ പിന്നെ വീണ്ടും പിതാവിനെ ഉജ്ജീവിപ്പിച്ചു. ക്ഷത്രിയ വംശത്തെ 21 തവണ വിജയിച്ചു. പിന്നെ സമന്ത പഞ്ചകത്തിലെ രക്തം നിറഞ്ഞ തടാകത്തിൽ പിതൃതർപ്പണം നടത്തി. യാഗത്തിൽ ഭൂമിയെ കശ്യപ ഋഷി തുടങ്ങിയവർക്ക് ദാനം ചെയ്തു. പിന്നീട് സ്വാലനോട് യുദ്ധം ചെയ്തു. അപ്പോൾ സനൽകുമാരാദികൾ ഇവനെ ശ്രീകൃഷ്ണൻ പിന്നീട് സംഹരിച്ചു കൊള്ളുമെന്ന് പറഞ്ഞ് അങ്ങയെ പിന്തിരിപ്പിച്ചു. ശ്ലോകം 11. ന്യസ്യാസ്ത്രാണി മകേന്ദ്രഭൂഭൃതി തപഃ തന്വൻ പുനർമജ്ജിതാം ഗോകർണാവധി സാഗരേണ ധരണീം ദൃഷ്ട്വാർത്ഥിതതാപസൈഃ ധ്യാദേശ്വാസധൃധാനലാസ്ത്രചകിതം സിന്ധും സ്രുവക്ഷേപണാദ് ഉത്സാര്യോ ധൃതകേരളോ ഭൃഗുപതേ വാദേശ സംരക്ഷമാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നസ്യ ഉപേക്ഷിച്ചിട്ട് അസ്ത്രാണി അസ്ത്രങ്ങളെ മഹേന്ദ്രഭൂഭൃതി മഹേന്ദ്രപർവ്വതത്തിൽ തപസ്തന്വൻ തപസ് അനുഷ്ഠിക്കുന്നവനായി പുനർ പിന്നെ മജ്ജിതാം ഗോകർണാവതി സാഗരേണ ധരണീം ഗോകർണം വരെയുള്ള ഭൂപ്രദേശത്തെ സമുദ്രത്താൽ മുങ്ങിയതായി ദൃഷ്ട്വാ അർത്ഥിത താപസൈ കണ്ടിട്ട് താപസന്മാരാൽ അർത്ഥിക്കപ്പെട്ട് ധ്യാതേശ്വാസ ധ്യാനിക്കപ്പെട്ട വില്ലിൽ ധൃത അനലാസ്ത്ര ചകിതം ധരിക്കപ്പെട്ട ആഗ്നേയാസ്ത്രത്തെ ഭയപ്പെട്ട സിന്ധും സമുദ്രത്തെ സ്രുവം യജ്ഞ ഹോമത്തിന് ഉപയോഗിക്കുന്ന തവിയെ ക്ഷേപണാത് എറിഞ്ഞ് ഉത്സാര്യ അകറ്റി നിർത്തി ഉദ്ധൃത കേരളോ കേരളഭൂമിയെ ഉദ്ധാരണം ചെയ്ത ഭൃഗുപതേ വാദേശ ഭൃഗുപതിയായ ശ്രീ ഗുരുവായൂരപ്പ സംരക്ഷമാം
എന്നെ രക്ഷിക്കണമേ. ഇനി ശ്ലോകാർത്ഥം. ഹേ ഭഗവാനേ, പരശുരാമൻ തന്നെയായ അങ്ങ് അസ്ത്രങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ തപസ് അനുഷ്ഠിക്കുന്നവനായി. പിന്നെ ഗോകർണം വരെയുള്ള ഭൂഭാഗം സമുദ്രത്തിൽ മുങ്ങിപ്പോയതായി കണ്ടിട്ട് താപസന്മാരാൽ അഭ്യർത്ഥിക്കപ്പെട്ട് ധ്യാനിച്ചു വരുത്തിയ വില്ലിന്മേൽ ആഗ്നേയ മഹാസ്ത്രം തൊടുത്തു. ഇത് കണ്ട് ഭയപ്പെട്ട സമുദ്രത്തെ സ്രുവം എറിഞ്ഞ് അകലേക്ക് മാറ്റി കേരളത്തെ ഉദ്ധരിച്ച ഹേ ഭൃഗുപതിയായ ശ്രീ ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ രക്ഷിക്കണമേ, സർവദാ കാത്തുകൊള്ളണമേ. കേരളോൽപത്തി ഭാഗവതത്തിൽ ഇല്ലെങ്കിലും ബ്രഹ്മാണ്ഡ പുരാണത്തിൽ വർണ്ണിക്കുന്നുണ്ട്. പരശുരാമൻ വെൺമഴുവെറിഞ്ഞ് കേരളത്തെ വീണ്ടെടുത്തു എന്നതാണ് ഐതിഹ്യമെങ്കിലും ഇവിടെ സ്രുവം എറിഞ്ഞാണ് സമുദ്രത്തെ പിന്മാറാൻ നിർബന്ധിച്ചത് എന്ന് കവി വിസ്തരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം.